അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന 2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കാണുമ്പോൾ കുറച്ച് എളുപ്പം തോന്നും, എന്നാലും കുറച്ച് അധികം സ്റ്റെപ്പുകൾ നമുക്ക് ഇവിടെ ചെയ്യാണ്ട്, എന്നാൽ അത്ര പാടൊന്നുമല്ല. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. സോ ഇന്റഗ്രൽ 0 to π/4 1 cos ക്യൂബ് എക്സ് റൂട്ട് 2 sin 2x dx. ഇതാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും മക്കളെ, എന്താണ് 2 sin 2x നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ നമുക്കത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് തുടങ്ങാം. സോ ഇത് വരുന്നത് 0 to π/4 ഓക്കെ 1 cos ക്യൂബ് എക്സ് ഓക്കെ റൂട്ട് 2 ഇവിടെ ഉണ്ട്. ഓക്കെ sin 2x എന്താകും 2 sin x cos x. സോ 2 into 2 എന്താകും മക്കളെ 4 ആകും. ഓക്കെ സോ 4 sin x cos x dx. ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇന്റഗ്രൽ 0 to π/4 ഓക്കെ കോസ് ക്യൂബ് എക്സ് ഉണ്ട്. ഇവിടുത്തെ റൂട്ട് 4 എത്രയാകും 2 ആകും. സോ 1 ആണ്. ആ 2 നമുക്ക് എന്ത് ചെയ്യാം പുറത്തെടുക്കാം. സോ 1/2 അത് കോൺസ്റ്റന്റ് ആണല്ലോ. റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. ആ 2 നമ്മൾ പുറത്തെടുത്താൽ 1/2 ആയിട്ട് നമുക്ക് എഴുതാം, കാരണം അത് കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്തൊക്കെയുണ്ട്, റൂട്ട് സൈൻ എക്സ് ഉണ്ട്, അതുപോലെ പിന്നെ എന്തുണ്ട് റൂട്ട് കോസ് എക്സ് ഉണ്ട്. ഓക്കെ dx. ഇനി നമുക്ക് അറിയാം എന്താണ് കോസ് ക്യൂബ് എക്സ് എന്ന് പറയുന്നത് 1/cos ആണ്. 1/cos എന്ന് പറയുന്നത് സീക്കാണ്. അപ്പോൾ ഇത് നമുക്ക് നേരെ മുകളിലോട്ട് കയറ്റിയാൽ സീക്കായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ ഇവിടെ അപ്പോൾ നമുക്ക് സീക്കുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ടാൻ ആണ് അല്ലേ. ഐഡന്റിറ്റി പ്രോപ്പർട്ടി വെച്ച് സീക്കും ടാനുമാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ സൈനിനെയും കോസിനെയും കൂടെ മാറ്റി ടാനിലോട്ട് മാറ്റാം. നമുക്കറിയാം സൈനിനെ എന്താണ് ടാനിലോട്ട് മാറ്റാൻ വേണ്ടി കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. സോ റൂട്ട് കോസ് എക്സ് കൊണ്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ മുകളിൽ എന്തും ചെയ്യണം, കോസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യണം. റൂട്ട് കോസ് എക്സ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈയും ചെയ്യാം. അപ്പോൾ റൂട്ട് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താകും റൂട്ട് ടാൻ എക്സ് ആകും. ഓക്കെ ഇവിടെ എന്താകും റൂട്ട് കോസ് എക്സ് ഇൻറ്റു റൂട്ട് കോസ് എക്സ് എന്താകും കോസ് എക്സ് ആകും. ക്ലിയർ അല്ലേ മക്കളെ. ഇവിടെ കോസ് എക്സ് റൂട്ട് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഉണ്ട്, റൂട്ട് കോസ് എക്സ് ഉണ്ട്, റൂട്ടും കൂടെ മാറിയിട്ട് അത് കോസ് എക്സ് ആയിട്ട് മാറും. റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ് എന്താകും മക്കളെ ടാൻ എക്സ് ആകും. റൂട്ട് ടാൻ എക്സ് ആകും. അപ്പോൾ ഇതെന്താകും 1/2 ഇന്റഗ്രൽ 0 to π/4 1 ഇവിടെ നോക്കിക്കേടാ കോസ് ക്യൂബ് എക്സ് ഉണ്ട്, ഇവിടെ റൂട്ട് കോസ് എക്സും റൂട്ട് കോസ് എക്സും കൂടെ കോസ് എക്സ് ആകും. അപ്പോൾ കോസ് ക്യൂബ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്താകും കോസ് റൈസ് ടു 4x. ഓക്കെ പിന്നെ എന്തുണ്ട് റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ് എന്താകും റൂട്ട് ടാൻ എക്സ്. ഓക്കെ പിന്നെ എന്തുണ്ട് dx ഉണ്ട്. ഓക്കെ ഇനി നമുക്ക് ബാക്കി വർക്കൗട്ട് ചെയ്യാം മക്കളെ. ഓക്കെ നമുക്ക് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് അറിയാം sec² ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് നേരെ മുകളിലോട്ട് കയറ്റിയാൽ നമുക്ക് എങ്ങനെ എഴുതാടാ 0 to π/4 ഓക്കെ കോസ് റൈസ് ടു 4x മുകളിലോട്ട് പോകുമ്പോൾ സീക്ക് റൈസ് ടു 4x ആവും. അതിന് നമുക്ക് sec² ഇൻറ്റു sec² ആയിട്ട് എഴുതാം. sec² ഇൻറ്റു sec² ആയിട്ട് എഴുതാം. ബൈ താഴെ എന്തുണ്ട് റൂട്ട് ടാൻ എക്സ് ഉണ്ട്, താഴെ എന്തുണ്ടാ റൂട്ട് ടാൻ എക്സ് ഉണ്ട്, പിന്നെ എന്തും കൂടെ ഉണ്ട് dx ഉണ്ട്. ഇനി ഇതിൽ നമുക്കറിയാം ടാൻ എക്സിനെ നമ്മൾ യു ആയിട്ട് എടുത്താൽ ഓക്കെ ഡി യു എന്ന് പറയുന്നത് sec² ആയിട്ട് മാറും. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് sec². അപ്പം sec² dx ഡി യു ആയിട്ട് മാറിക്കോളും. അതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു sec² കൂടെ അല്ലേടാ. നമ്മൾ ടാനിനെ അല്ലേ യു ആയിട്ട് എടുക്കാൻ പോകുന്നേ. ടാനിനെ യു ആയിട്ട് എടുക്കുന്നതുകൊണ്ട് sec² നമുക്ക് ടാനിലേക്ക് കണക്ട് ചെയ്തൂടെ. അതിന് നമുക്കറിയാന്നുള്ള പ്രോപ്പർട്ടി എന്താണ് sec² x = 1 + tan² x. ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. സോ 0 to π/4 sec² x എങ്ങനെ എഴുതാം 1 + tan² x. ഓക്കെ ബൈ എന്തുണ്ട് റൂട്ട് ടാൻ എക്സ് ഉണ്ട്. ഓക്കെ ഇനി നമുക്ക് ഇപ്പുറത്ത് എന്തുണ്ടാ sec² x dx ഉണ്ട്. ഓക്കെ ഇനി നമുക്ക് എന്തെടുക്കാം ലെറ്റ് യു ഈക്വൽ ടു നമുക്കിവിടെ എന്തെടുക്കാം ലെറ്റ് യു ഈക്വൽ ടു ടാൻ എക്സ്. യുവിനെ എന്തായിട്ട് എടുക്കാം ടാൻ എക്സ് ആയിട്ട് എടുക്കാം. യുവിനെ ടാൻ എക്സ് ആയിട്ട് എടുത്താൽ ഡി യു എന്ന് പറയുന്നത് എന്താണ്ടാ മക്കളെ sec² x dx ആണ്. നോക്കിക്കേ യുവിനെ ടാൻ എക്സിന് പകരം യു ആയിട്ട് എടുത്താൽ sec² x dx എന്ന് പറയുന്നത് ഡി യു ആയിട്ട് മാറും. ഇത് ഡി യു ആയിട്ട് മാറും. ഇവിടെ യു വരും, ഇവിടെ യു വരും. എളുപ്പമല്ലേ ചെയ്യാൻ. ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ തൽക്കാലം നമ്മളിപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നില്ല. ലാസ്റ്റ് നമുക്ക് ടാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂ കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും വരുന്നതെന്നുള്ളത് ചെയ്ത് നോക്കി കൊടുത്താലും മതി. രണ്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ നോക്കിയടാ. ഇവിടെ യു ടാൻ എക്സ് ആയിട്ട് എടുത്താൽ ഓക്കെ യു ടാൻ എക്സ് ആയിട്ട് എടുത്താൽ നമുക്കറിയാം ടാൻ 45 ടാൻ π/4 45 ഡിഗ്രി അഥവാ π/4 എന്ന് പറയുന്നത് 1 ആണ്.
അതുപോലെ ടാൻ 0 എന്ന് പറയുന്നത് എന്താണ്ടാ? ടാൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമ്മളുടെ ഇവിടെ ഇന്റഗ്രേഷൻ എന്താകും? 0 to 1 ആകും. 0 to 1 ആകും. ആ രീതി കിട്ടും നിങ്ങൾക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിച്ച ശേഷം അതിനെ ടാനിലോട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് വാല്യൂ കൊടുത്തും ചെയ്യാം. രണ്ടാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എളുപ്പം ആക്ച്വലി ഇതാണ്. സോ അതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്താണ്ടാ നോക്കിക്കേ, 0 to 1 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 plus u square by root u എന്താണ്? du. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൂടെടാ. ഇന്റഗ്രൽ 0 to 1 by u raised to 1 by 2 അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടാൾക്കാർക്കായിട്ട് കൊടുക്കുകയാണ്. രണ്ടാൾക്കാർക്കായിട്ട് കൊടുത്താൽ 1 by ഇതിനെ നമുക്ക് അല്ലെങ്കിൽ റൂട്ട് യു ആയിട്ട് എഴുതാം. റൂട്ട് യു പ്ലസ് ഇവിടെ ഒരു 1/2 ഇല്ലായിരുന്ന, ഇവിടെ ഒരു 1/2 ഉണ്ട് കേട്ടോ. തുടക്കത്തിൽ ഒരു 1/2 ഉണ്ടായിരുന്നു, വിട്ടുപോയതാണ്. ഓക്കെ, ആ ഒരു 1/2 നമ്മളെ ഭാഗത്തോട്ട് കൊടുത്താൽ എന്ത് വരും? 1/2 റൂട്ട് യു ഓക്കെ ഡി യു പ്ലസ് ഇൻറ്റഗ്രൽ 0 to 1 എന്താണ്? 1/2 യു സ്ക്വയർ ബൈ റൂട്ട് യു ഡി യു. ഓക്കെ, ഈ ഒരു രീതിക്ക് വരും. ഓക്കെ, ഇവിടെ നമുക്ക് 1/2 റൂട്ട് യു എന്ന് പറയുന്നത് എന്തിൻ്റെ ഡെറിവേറ്റീവ് വേണ്ട? റൂട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് ആണ്. റൂട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/2 റൂട്ട് യു. സോ ഡയറക്റ്റ് ആയിട്ട് ഇത് റൂട്ട് യുവിൻ്റെ ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്ന റൂട്ട് യു ആണെന്ന് നിങ്ങൾക്ക് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് 0 to 1 ഓക്കെ. സോ 1/2 എന്താണ്? യു റൈസ് ടു മൈനസ് 1/2 ഡി യു പ്ലസ് ഇൻറ്റഗ്രൽ 0 to 1 1/2 യു റൈസ് ടു ഇത് 1/2 ആണ്, ഇവിടെ 2 ഉണ്ട്. സോ 2ഉം 1/2 മൈനസ് 1/2 കൂടെ ചേർന്ന് എന്തായിട്ട് മാറൂടാ? 2 മൈനസ് 1/2 എന്ന് വരും അല്ലേ? 2 മൈനസ് 1/2 വരുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3/2 ആണ് വരുന്നത്. സോ യു റൈസ് ടു 3/2 ഡി യു ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ അതൊന്ന് പേസ്റ്റ് ചെയ്യാം. നോക്കിക്കേടാ, ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതാണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരൂടാ? നോക്കിക്കേ, 0 to 1 ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്തായിരിക്കും? യു റൈസ് ടു എന്നിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് റൈസ് ടു എൻ്റെ ഇൻറ്റഗ്രൽ എക്സ് റൈസ് ടു n+1 by n+1. സോ അതേ രീതിക്ക് തന്നെയാണ് വരുന്നത്. സോ 1/2 ഇവിടെ ഉണ്ട്. അത് പുറത്തിട്ടാലോ അകത്തിട്ടാലോ ഒന്നും കുഴപ്പമില്ല. ഞാൻ അകത്ത് പെട്ടിപ്പോകുന്നുള്ളതുകൊണ്ടാണ് അകത്തോട്ട് എടുത്തത് കേട്ടോ. സോ ഇതെന്ത് വരും? യു റൈസ് ടു 1/2 ഓക്കെ ബൈ 1/2 എന്ന് വരും. ഈ 2ഉം 2ഉം വെട്ടിപ്പോകും. ഓക്കെ, സോ ഇവിടെ ഡെറിവേറ്റ് ഇൻറ്റഗ്രൽ എടുത്തിട്ടാണല്ലോ. സോ ഇത് എഴുതണ്ട. ഓക്കെ, 0 to 1 പ്ലസ് ഇവിടെ എന്ത് വരും? ഇതുപോലെ തന്നെ വരും. ഓക്കെ, യു റൈസ് ടു എന്ത് വരും? 3/2 പ്ലസ് 1 3/2 പ്ലസ് 1 എന്ന് പറയുന്ന 5/2. ഓക്കെ, 1/2 ഇവിടെ ഉണ്ട്, ബൈ 5/2 ഉണ്ട്. ഈ 2ഉം 2ഉം വെട്ടിപ്പോകും. ഓക്കെ, 0 to 1 മൊത്തത്തിൽ 0 to 1 എടുത്താലും കുഴപ്പമില്ല. സോ നമുക്കിവിടെ എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേടാ മക്കളെ. ഇത് യു റൈസ് ടു 1/2 പ്ലസ് യു റൈസ് ടു 5/2 0 to 1 ഇങ്ങനെയാണ് വരുന്നത്. ബൈ 5 ഇവിടെ ഒരു 5 കൂടെ ഉണ്ട്, ബൈ 5. അപ്പോൾ ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെ വരും നോക്കിക്കേടാ മക്കളെ. ഇവിടെ 1 കൊടുത്താൽ നമുക്ക് വരും 1 റൈസ് ടു 1/2 പ്ലസ് 1 റൈസ് ടു 5/2 ബൈ 5/5. ഓക്കെ, പ്ലസ് മൈനസ് 0 റൈസ് ടു 1/2 പ്ലസ് 0 റൈസ് ടു 5/2 ബൈ 5 എന്ന് വരും. ഇത് മൊത്തത്തിൽ 0 ആണ്. അത് മൊത്തത്തിൽ ഇതും 0 ആണ്, ഇതും 0 ആണ്. മൊത്തത്തിൽ 0 ആയിട്ട് പോകും. 1 റൈസ് ടു എന്താണെങ്കിലും 1 ആണ്. സോ നമുക്കിവിടെ എന്ത് കിട്ടും? 1 പ്ലസ് 1/5 എന്ന് കിട്ടും. അഥവാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്താൽ 6/5 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബേസിക് ആയിട്ട് എന്താ ചെയ്തത്? ജസ്റ്റ് ഇവിടെ 2 sin x sin 2x എന്ന് പറയുന്നത് sin 2xനെ sin x cos x ആയിട്ട് 2 sin x cos x ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ആ റൂട്ടുകളെ തമ്മിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അതിന് ടാനിലോട്ട് കൺവേർട്ട് ചെയ്തു. കാരണം ഇവിടെ സീക്ക് കണക്ട് ചെയ്താണ് വരുന്നത്. സോ സീക്കും ടാനുമാണ് ഡെറിവേറ്റീവിലാണെങ്കിലും ഐഡന്റിറ്റിയിലാണെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ അതിനെ ടാനിലും സീക്കിലോട്ട് മാറ്റി എന്നിട്ട് ടാനിന് യു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീക്ക് വന്നു. സോ ഈസി ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റി. അവിടെ യു വന്നു. യുവിന് നിങ്ങൾക്ക് വാല്യൂ കൊടുത്തു വേണമെങ്കിലും ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ യു വെച്ച് നോർമലായിട്ട് നിങ്ങൾ ഇൻറ്റഗ്രേഷനെ കണ്ടുപിടിച്ച് ലാസ്റ്റ് ടാനിലോട്ട് മാറ്റിയിട്ട് യു എന്ന് പറഞ്ഞ് നമ്മളതാ ഇവിടെ എഴുതുന്ന ഈ സാധനം ഉണ്ടല്ലോടാ മക്കളെ, ഇതിനെ ടാനിലോട്ട് മാറ്റിയിട്ട് ഈ 0 to π/4 കൊടുത്തും ചെയ്യാം. അതല്ലെങ്കിൽ യുവിൻ്റെ വാല്യൂസ് കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അത് വെച്ചും ചെയ്യാം.
ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തത്. ഈസി അല്ലേ മക്കളെ?